ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ദുഃഖവെള്ളിയാഴ്ച ഏറ്റവും പുണ്യപ്പെട്ട ദിനമാണ്. ഈ ദിനത്തിൻ്റെ എല്ലാ കൃപകളും എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ്. ഇന്ന് ഈ ദിനത്തിൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 19 മുതലുള്ള 25 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനതൊരു പ്രാവശ്യം വായിക്കാം. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്? നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരങ്ങളിൽ വഞ്ചന കാണപ്പെട്ടില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കപ്പെടുന്ന ആടുകളെപ്പോലെയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പരിപാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച എനിക്ക് സ്വയം കണ്ടെത്തുവാൻ കഴിഞ്ഞ ഏറ്റവും വലിയ വെല്ലുവിളി അത് സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള വിളിയാണ്. കർത്താവ് നമ്മെ വിളിക്കുന്നത് സഹിക്കുവാൻ മാത്രമല്ല, ക്ഷമിക്കുവാനുമാണ്. ഇന്ന് നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗത്ത് പത്രോസ് ശ്ലീഹ ചോദിക്കുകയാണ്, തെറ്റ് ചെയ്തിട്ട് സഹിക്കുക, അതിലെന്ത് മഹത്വമാണുള്ളത്? എന്നാൽ നന്മ ചെയ്തിട്ട് സഹിക്കേണ്ടി വരുമ്പോൾ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. സുവിശേഷത്തിൽ നാം കാണുന്ന യേശു അങ്ങനെയാണ്. കാൽവരിയിലെ കുരിശിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ കുരിശിലെ 3 ആണികളിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവ് സഹിക്കുന്നത് അവൻ നീതിമാനായിരുന്നിട്ടും ഉള്ള ഒരു സഹനമാണ്. അത് ദൈവസന്നിധിയിൽ മഹത്വമുള്ളതായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, അവൻ്റെ സഹനത്തിൻ്റെ പ്രത്യേകത പത്രോസ് ശ്ലീഹ വീണ്ടും എടുത്തു പറയുന്നുണ്ട്. ക്രിസ്തു സഹിച്ചത് എങ്ങനെയാണ്? അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല, നിന്ദിക്കപ്പെട്ടപ്പോൾ പകരം നിന്ദിച്ചില്ല. അപ്പോൾ കർത്താവ് പാപം ഇല്ലാത്തവനായിരുന്നു. കൊറിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ പാപമില്ലാത്തവനെ അവൻ പാപമാക്കി മാറ്റി. അതുകൊണ്ട് അവൻ്റെ സഹനം രക്ഷയ്ക്ക് കാരണമായി. അവനിൽ വഞ്ചനയൊട്ടുമില്ലായിരുന്നു. മാത്രമല്ല, അവൻ നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. പലപ്പോഴും വലിയ വെല്ലുവിളിയാണത്. ക്ഷമിക്കാൻ സാധിക്കുന്ന മനുഷ്യന് മാത്രമേ നിന്ദിക്കപ്പെടുമ്പോൾ പകരം നിന്ദിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെ അവഹേളിക്കുമ്പോൾ എൻ്റെ സ്വാഭാവികമായ പ്രവണത തിരിച്ചവഹേളിക്കുക എന്നുള്ളതാണ്. എന്നെ ആരെങ്കിലും കളിയാക്കുമ്പോൾ നീ വലിയ പുണ്യമൊന്നും പറയണ്ട, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ
അവനെതിരെയുള്ള നിന്ദനങ്ങളുടെ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ പലപ്പോഴും നിരത്താനിടയുണ്ട്. എന്നാൽ കർത്താവ് പകരം നിന്ദിച്ചില്ല. പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. എന്നെ പീഡിപ്പിക്കുന്നവരെ ഞാൻ ഭീഷണിപ്പെടുത്തിയില്ല. ഗതികെട്ടതുകൊണ്ട് സഹിക്കുന്നതല്ല, സഹനമേറ്റെടുക്കുന്നതാണ്. യേശുക്രിസ്തു സഹനം ഏറ്റെടുക്കുകയും പിതാവിൻ്റെ ഹിതമായിട്ട് സ്വീകരിക്കുകയും അവിടെ ആ ഹിതം നിറവേറ്റുന്നതിന് മാത്രം ശ്രദ്ധിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന ഈ വലിയ വെല്ലുവിളി, സഹിച്ച് ക്ഷമിക്കുവാനുള്ള വെല്ലുവിളി, ക്ഷമയോടെ സഹിക്കുവാനുള്ള വെല്ലുവിളി, എൻ്റെ സഹനങ്ങളെ ഞാൻ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് മുറിവുകളോടും തകർക്കപ്പെട്ട എൻ്റെ അനുഭവങ്ങളോടും ചേർത്ത് എന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുവാനുള്ള ആ വലിയ ആഹ്വാനം, അതിലൂടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയർപ്പിച്ച കർത്താവിനോട് ചേർന്ന് ബലിയായി തീരുവാനുള്ള ആ ആഹ്വാനം, അത് നമുക്ക് ഏറ്റെടുക്കാം. ഒരിക്കൽ കൂടെ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ചൈതന്യവും ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന വെല്ലുവിളികളും ഏറ്റെടുക്കുവാനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.